ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ രുചികരമായിട്ടുള്ള ഒരു ബട്ടർ ഗാർലിക് പ്രോൺസ് റൈസ് ഉണ്ടാക്കാം. നിങ്ങൾ ബട്ടർ ഗാർലിക് പ്രോൺസ് കഴിച്ചിട്ടുണ്ടോ? അത് നല്ല അടിപൊളിയല്ലേ? അതേപോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് ഈ ബട്ടർ ഗാർലിക് പ്രോൺസ് റൈസ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അത് ഞാൻ 1 കിലോ ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു. പിന്നെ ഓരോ ടീസ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഉപ്പും ഉണ്ട്, വിനാഗിരിയും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉപ്പ് വളരെ കുറച്ച് ചേർത്തത്. അതുപോലെ നാരങ്ങാനീരും ചേർക്കാതിരുന്നു, കാരണം വിനീഗർ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ജിഞ്ചറും ഗാർലിക്കും ചതച്ചാണ് ചേർക്കണമെങ്കിൽ ഉപ്പും കുറച്ച് കൂടുതൽ ചേർക്കണം, വിനാഗിരിയും ചേർക്കണം. പിന്നെ നമുക്ക് അരി വേവിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വേവിച്ചെടുക്കുക. അത് നമ്മൾ സാധാരണ ബിരിയാണി അരി വേവിക്കുന്ന പോലെ. പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിൽ പട്ട, ഗ്രാമ്പു, ഏലക്ക അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചേർക്കുന്നില്ല. നാരങ്ങാനീരോ വഴണയിലയോ രമ്പയിലയോ ഒന്നും ചേർക്കുന്നില്ല. വെറുതെ ഉപ്പിട്ടിട്ട് നമ്മൾ അരി വേവിച്ച് ചോറാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് വെന്ത് പോവാതെ എന്നാൽ വേവ് കുറയാത്ത പാകത്തിൽ, അതായത് ഒരു 85-90% വേവുമ്പോൾ നമുക്ക് ഈ അരി ചോറാകുമ്പോൾ നമുക്ക് ഊറ്റി എടുക്കണം. അപ്പോൾ ഇത് ഞാൻ കൈമാരിയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ മറ്റുള്ള ബിരിയാണി അരിനേക്കാളും വേഗത്തിൽ വേവും. അപ്പോൾ ഞാനത് ഊറ്റി മാറ്റി വെച്ചു. നമ്മളിനി ചട്ടിയിലാണ് ഈ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടി ചൂടായി കഴിഞ്ഞാൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നാടൻ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്തത്. പിന്നെ അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 3 വലിയ സവോള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയ സവോളയാണെങ്കിൽ 4 വരെ എടുക്കുക കേട്ടോ. ഇത് 3 വലിയ സവോളയാണ്. ഇനി ഇതൊന്ന് നിറം മാറണം, ബ്രൗൺ കളറിലേക്ക് വന്നു തുടങ്ങണം. ആ സമയത്ത് നമുക്കിതിലേക്ക് 25-30 അല്ലിയോളം വെളുത്തുള്ളി ചതച്ചതും 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ പേസ്റ്റും 7 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ പച്ചമണം പോകണം. ഇത് വെളുത്തുള്ളിക്ക് പകരം ഗാർലിക് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നമുക്ക് ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും 1 കപ്പ് തേങ്ങയും നന്നായി അരച്ച് വെക്കണം. പിന്നെ നമ്മുടെ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. നല്ല പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കരുത്, പാകത്തിന് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ഫ്രഷ് തൈര്, നമ്മൾ തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള തൈര് അല്ലെങ്കിൽ ഫ്രഷ് നമ്മൾ വാങ്ങുന്ന തൈര് ചേർത്ത് കൊടുക്കുക. അത് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ചേർക്കുമ്പോൾ നമ്മൾ ഒരു 6-7 ചെമ്മീൻ, കുറച്ച് ചെമ്മീൻ നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും അണ്ടിപ്പരിപ്പും കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലാണ് നമ്മുടെ ചെമ്മീൻ വേവുന്നത്. അപ്പോൾ ഈ മസാലകളെല്ലാതും ചെമ്മീനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തീ കുറച്ച് ചെമ്മീൻ വേവിക്കാം. പിന്നെ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിലൊക്കെ ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവസാനം നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് അധികം വേണ്ട, നമ്മൾ അരിയിലും ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഞാൻ വളരെ കുറച്ച് ചെമ്മീൻ മാറ്റി വെക്കണമെന്ന്. ആ ചെമ്മീൻ നമുക്കൊന്ന് ബട്ടറിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ, എന്നാലും ഒരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി നമ്മുടെ ചെമ്മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം. ഇതിൽ പുതിനയില ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ ഈ സമയത്ത് നമ്മളിതിൽ ഗരം മസാലയോ ഒന്നും ചേർക്കുന്നില്ല. ഇനി ഇത് വെന്ത് ഒന്ന് നല്ല കുറുകി വരുന്ന പാകത്തിൽ നമുക്ക് ഇതിൻ്റെ പകുതി കോരി മാറ്റി വയ്ക്കണം. നമ്മൾ ഇതിൽ തന്നെയാണ്, ഈ ചട്ടിയിൽ തന്നെയാണ് നമ്മൾ റൈസ് റെഡിയാക്കുന്നത്. നമ്മൾ വേവിച്ചിട്ടുള്ള 2.5 കപ്പ് അരി എടുത്ത് വേവിച്ചിട്ടുള്ള ചോറിൻ്റെ പകുതി നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ബിരിയാണി ദമ്മ് ചെയ്യാമെന്നൊക്കെ തോന്നും, പക്ഷെ അതൊന്നുമല്ല. നമ്മൾക്ക് റൈസിലേക്ക് ഈസി ആയിട്ട് ഈ ചെമ്മീൻ്റെ ഒക്കെ ഫ്ലേവർ എത്താനും മസാലകൾ എത്താൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ചോറ് പകുതി ഇട്ടതിന് ശേഷം ബാക്കി മസാലകൾ മുഴുവൻ ചെമ്മീൻ മസാല അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി ചോറ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക.
ചോറ് വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായി വെന്ത് പോവരുത്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കട്ടയായിട്ട് കിടക്കും, ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ ബട്ടർ ഗാർലിക് പ്രോൺസ് റൈസ്. ഇനി എല്ലാ ചോറിട്ടതിന് ശേഷം അതിൻ്റെ മീതെ കുറച്ചുകൂടെ മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കണം. നമ്മൾ ഫ്രൈഡ് ഓനിയൻ അങ്ങനെയൊന്നും ചേർക്കില്ല കേട്ടോ, കാരണം ഇതൊന്നും ബിരിയാണി ഒന്നുമല്ല. അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്ഷേ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസാണ്. അപ്പോൾ നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തിട്ടുള്ള ചെമ്മീൻ വെച്ച് കൊടുത്തിട്ട് ആ ബട്ടർ ഉണ്ടല്ലോ അത് കരിഞ്ഞിട്ടൊന്നുമില്ല, കാരണം നമ്മളൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കുക ചെയ്തിട്ടുള്ള ചെമ്മീൻ അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആ ബട്ടറിൻ്റെ ചെമ്മീൻ്റെ എല്ലാത്തിൻ്റെ ഫ്ലേവർ അതിലുണ്ടായിരിക്കും. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക പൊടിച്ചത് കുറച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ കാഷ്നട്ട്, കിസ്മിസ് വേണ്ട. ഇതും നമ്മൾ അതിൻ്റെ മീതെ വെച്ച് കൊടുക്കുക. ഇനി വേറെ ഒന്നുമില്ല, മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ച് വയ്ക്കുക. കാരണം ഈ ഫ്ലേവറൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് നല്ല റെഡി ആയിരിക്കാൻ വേണ്ടിയിട്ട് 5 മിനിറ്റ് തീ കുറച്ച് വയ്ക്കുക. ദമ്മിടണ പോലെ ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റ് തീ കുറച്ച് വെച്ചാൽ മതി. അതിന് ശേഷം നമ്മുടെ ചെമ്മീൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റൈസ് എന്ന് അറിയണമല്ലോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇത് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ബാക്കി എല്ലാ വീഡിയോസും കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ അടിപൊളി ചെമ്മീൻ റൈസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് കഴിച്ചവർക്ക് ഈ റൈസ് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഓർമ്മ വരും, ബട്ടർ ഗാർലിക് പ്രോൺസ്. അതിൻ്റെ നല്ല ടേസ്റ്റ് ഇങ്ങനെ ചേർന്ന് പോകുന്നതാണ് ഈ റൈസ്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റൈസ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക.